ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ പറ്റുമോ? ദൈവം എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിമറിക്കാൻ പറ്റുമോ? ഇന്നത്തെ ഒന്നാം വായനയിൽ ദൈവം അത് മാറ്റിമറിച്ചു. ദൈവം ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, പക്ഷെ ദൈവം അതിൽ നിന്ന് പിന്മാറി. ഇപ്പം വായിച്ചു കേട്ട വായന യോന പ്രവാചന പുസ്തകം 3-ാം അധ്യായം, അതിൽ 4-ാമത്തെ വാക്യത്തിൽ യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിൽ ഇരുന്നു. അവൻ നിനവെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്: മനുഷ്യനോ മൃഗങ്ങളോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. അപ്പോൾ അത് 9 വരെയുള്ള വാക്യങ്ങളിലാണ്. 3-ാം അധ്യായം 9 വരെ. 10-ാമത്തെ വാക്യം, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. അപ്പോൾ അവരുടെ ഒരു അനുതാപം കണ്ടിട്ടാണ്, അനുതാപ പ്രവൃത്തി അവരുടെ ഉള്ളിൽ ദൈവത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതിനെ തുടർന്നാണ് അവരെ നശിപ്പിക്കാനെന്ന ദൈവത്തിൻ്റെ ആ തീരുമാനത്തിൽ ദൈവം പിന്മാറി. ഇത്ര വലിയ ഗൗരവ, ഇത്ര കഠിനമായ വിഷയങ്ങളല്ലെങ്കിലും നമുക്ക് ഒത്തിരിയേറെ സംഭവങ്ങൾ ഇതുപോലെ മനുഷ്യരുടെ ചില ഇടപഴകലുകൾ മൂലം ദൈവത്തിൻ്റെ കരുണ വളരെ പ്രത്യേകമാം രീതിയിൽ അവരുടെ ജീവിതത്തിൽ വന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ശതാധിപൻ്റെ ഭൃത്യൻ്റെ സൗഖ്യം, വീട്ടിൽ ഭൃത്യൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ശതാധിപൻ വന്നിട്ട് ഈശോയോട് സഹായം ആവശ്യപ്പെടും. എൻ്റെ ഭൃത്യൻ സുഖമില്ലാതെ കിടക്കുകയാണ്, അങ്ങ് വന്ന് സുഖപ്പെടുത്തണമേ. അത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഈശോ പറയും, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ 8-ാമത്തെ വാക്യത്തിൽ മത്തായി 8:8 ശതാധിപൻ പറയും, അങ്ങ് എൻ്റെ ഭൃത്യ അങ്ങൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, പക്ഷെ അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഇത് വളരെ വളരെ സുന്ദരമാണ് ഈ വർത്തമാനം. ഈ വർത്തമാനം കേട്ട ഉടനെ ഈശോയ്ക്ക് വലിയ സന്തോഷമുണ്ടായി. ഈശോ അപ്പം തന്നെ ആ ഭൃത്യന് സൗഖ്യം കൊടുത്തു. ഈശോ വീട്ടിൽ പോയില്ല, വീട്ടിൽ വരാമെന്നാണ് പറഞ്ഞത്. വീട്ടിൽ പോകാതെ തന്നെ ഈശോ സൗഖ്യം കൊടുത്തു. എന്ന് നോക്കിക്കേ, ആ ശതാധിപൻ്റെ ആറ്റിറ്റ്യൂഡ്, വർത്തമാനം, അല്ലെങ്കിൽ ആ പ്രയർ, എളിമ, പ്രാർത്ഥനയിലെ വിനീതാവസ്ഥ, ഇതെല്ലാം അദ്ദേഹത്തിന് ഗുണകരമായി. 8-ാം അധ്യായം മത്തായി 8:13 പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. അപ്പോൾ ഇത് പോകേണ്ടി വന്നില്ല, ഈശോ പോയില്ല. ഞാൻ വന്ന് സുഖപ്പെടുത്താമെന്ന് പറഞ്ഞത് ഈശോ നിന്നടത്ത് വെച്ച് തന്നെ സൗഖ്യം കൊടുത്തു. ആ ഭൃത്യൻ ഈശോ പറഞ്ഞ നിമിഷം വീട്ടിൽ അവിടെ സൗഖ്യം ഉണ്ടായി. ഇനി നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 15-ാം അധ്യായത്തിൽ കാനാൻകാരിയുടെ വിശ്വാസം നമുക്കറിയാം. യഥാർത്ഥത്തിൽ കാനാൻകാരി വളരെയധികം തഴയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈശോയോട് വന്ന് കാര്യം പറയും, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഈശോ ഒന്നും മിണ്ടിയില്ല. അതൊരു അവോയ്ഡൻസ് ആണ്. രണ്ടാമത് ഈശോയുടെ ശിഷ്യന്മാർ അവളോട് പോകാൻ പറ, അവളോട് പൊയ്ക്കൊള്ളാൻ പറ, അവൾ നമ്മുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു. ഒരു റെക്കമെൻഡേഷൻ പോലും ഇല്ല. പിന്നെ ഈശോ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ്. അങ്ങനെ അത് ഒരു ഒഴിവാക്കുന്ന വർത്തമാനം പോലെയാണ്. പക്ഷെ വീണ്ടും അവൾ, കർത്താവേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ
വീണ്ടും ഈശോ പറയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോൾ അവൾ പറയാണ്, മേശപ്പുറത്തുനിന്ന് വീഴുന്നത് നായ്ക്കളും ഭക്ഷിക്കാറുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഈശോയ്ക്ക് അവളുടെ വിശ്വാസം മനസ്സിലായി. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ ഈശോ യഥാർത്ഥത്തിൽ സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നോ? പക്ഷെ അവളുടെ ഇടപെടൽ മൂലം ഈശോ സൗഖ്യം കൊടുത്തത് കണ്ടോ? അപ്പൊ ഈശോ മനസ്സ് മാറ്റിയത് കണ്ടോ? ഈശോയുടെ തീരുമാനത്തിലൊരു മാറ്റം വന്നത് കണ്ടോ? ഇനി നമ്മൾ കാണുന്ന മർക്കോസിന്റെ സുവിശേഷത്തിലുള്ള അന്ധയാചകൻ ബർത്തമിയോസ്, അയാൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഈശോ ആ വഴി പോകുന്നെന്നറിഞ്ഞു. ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു. പലരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു. അപ്പോഴാണ് ഈശോ അത് കേട്ടു. ഈശോ അത് കേട്ടിട്ട് ചിലരോട് അവൻ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ ഓടിച്ചാടി ഈശോയുടെ അടുക്കൽ വരും. അപ്പോഴാണ്, മകനെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈശോ ആ യാത്ര ആരംഭിച്ചപ്പോൾ ഒരു ബർത്തമയോസിനെ കാണും, ബർത്തമയോസിനെ ഞാൻ സുഖപ്പെടുത്തുമെന്ന് ഈശോ വിചാരിച്ചിരുന്നോ? ബർത്തമയോസിന്റെ നടപടി മൂലമാണ്, ആ ഉച്ചത്തിലുള്ള വിളി മൂലമാണ് ബർത്തമയോസിന് സൗഖ്യം കിട്ടിയത്. ഇനി പഴയ നിയമത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിക്കുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു വചനഭാഗമാണ് 1 സാമുവേൽ 1 മുതൽ 20 വരെ. അത് കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഒരു അഭിഷേകം ചിലപ്പോൾ കുടുംബത്തിൽ നിറയാൻ സാധ്യതയുണ്ട്. ഈസ്റ്ററിന് ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കാലയളവിൽ ഒരു കുഞ്ഞിനെ ഗിഫ്റ്റായിട്ട് ചോദിക്കുന്നവർക്ക് ഈ വചനഭാഗം ബെഡ്റൂമിലിരുന്ന് വായിച്ചാൽ ഒരുപക്ഷെ ആ അഭിഷേകം നിറയും. ഇതിൽ 1 സാമുവേൽ 10 വാക്യത്തിൽ അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇത് വായിക്കുമ്പോൾ നമുക്ക് ആ വികാരം പിടികിട്ടുന്നുണ്ടോ? ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ വികാരം പിടികിട്ടുന്നുണ്ടോ? അത് വെറുതെ വായിച്ചു പോകുന്ന ചില വാക്കുകൾ മാത്രമാണോ? ഒരു സ്ത്രീ, കൊച്ചില്ലാതെ വിഷമിക്കുന്ന ഒരു സ്ത്രീ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് അവളുടെ പ്രാർത്ഥന കേട്ടു. അതാണ് 20 വാക്യത്തിൽ, അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ്, ഞാൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് അവന് സാമുവൽ എന്ന് പേരിട്ടു. അപ്പൊ ചോദിച്ചു വാങ്ങിക്കുന്ന രീതി, നിലവിളിച്ച് പ്രാർത്ഥിക്കുക, ചോദിച്ചു വാങ്ങിക്കുക, അനുതപിക്കുക. ഒന്ന് കുമ്പസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അപ്പോൾ അന്ന അങ്ങനെ പ്രാർത്ഥിച്ചു. ഇനിയും ധൂർത്തപുത്രൻ തിരിച്ചു വരാൻ ഉള്ളിലൊരു തീരുമാനം എടുത്തതാണ്. മകനെ, നീ വാ മകനെ എന്ന് അപ്പൻ ടെലഗ്രാം ഒന്നും അയച്ചില്ല. അവൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നിയതാ. അവൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഞാൻ ചെല്ലും, എത്രയോ ദാസന്മാർ അവിടെ സുഭിക്ഷമായി കഴിയുന്നു, ഞാൻ എൻ്റെ മകൻ എന്ന അഭിമാനബോധം അതവനെ മാറ്റിമറിച്ചു. അപ്പോൾ അവൻ തിരിച്ചു വന്ന് പിതാവിനോട് എല്ലാം ഏറ്റുപറഞ്ഞു. അപ്പോൾ പിതാവിൻ്റെ അടുക്കൽ വരുമ്പോൾ തന്നെ, അത് 15 അധ്യായം 20 വാക്യം, ലൂക്ക 15:20, ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു, അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇത് എൻ്റെ മകൻ വരും, ഞാൻ ഓടിച്ചെല്ലും, ഞാൻ കെട്ടിപ്പിടിക്കും, ചുംബിക്കും, ഇങ്ങനെ പ്ലാൻ ചെയ്ത് തിരക്കഥ എഴുതി ഉണ്ടാക്കിയ കാര്യമല്ല ഇത്. ആ സമയത്ത് പിതാവിൻ്റെ മനസ്സലിഞ്ഞു. പ്രാർത്ഥിച്ച് ഒരു നടപടി വഴി പിതാവായ ദൈവത്തിൻ്റെ മനസ്സലിവ് സ്വീകരിക്കാൻ പറ്റുമോ? പിതാവായ ദൈവത്തിൻ്റെ മനസ്സലിവ്. ഇനി സഖ്യവൂസിന്റെ കഥ എടുത്താൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. 19 അധ്യായമാണ്, ലൂക്ക 19, 4 വാക്യത്തിൽ, യേശുവിനെ കാണാൻ അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. ഇതൊരു ആത്മീയ പ്രവൃത്തിയാണ്. ഈശോ മരത്തിന്റെ താഴെ വന്നപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത്. ആ മരത്തിൽ കയറി ഇരുന്നില്ലെങ്കിലോ? അതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ആവശ്യമാണ്. നിനവെ നിവാസികൾ നടപടി ചെയ്തു. നമ്മളെ ഇന്നത്തെ അടയാളങ്ങൾ യോനയുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല. നിങ്ങൾ അങ്ങനെ ചുളുവിലെ കാര്യം നേടണ്ട. നിങ്ങൾ അങ്ങനെ വന്നു നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ, അതാണ്, അടയാളം നൽകപ്പെടുകയില്ല. യോനയുടെ അടയാളമല്ലാതെ പശ്ചാത്തപിക്കുവിൻ എന്നാണ് സുവിശേഷം പറയുക. നമ്മുടെ ജീവിതത്തിൽ ഒരു നടപടി വേണം.
ഒന്നുകിൽ ഒരു കുമ്പസാരം, അല്ലെങ്കിൽ ഒരു നിലവിളി, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം, അവരവരുടെ ജീവിതത്തിന് ആവശ്യമായൊരു നടപടി നമ്മൾ ഈ നാടുകളിൽ നമ്മൾ സ്വീകരിച്ചാൽ ദൈവം നമ്മളോട് കരുണ കാണിക്കും. നമ്മൾ ചോദിക്കാത്തത് കൂടി തരും. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവം തരും. ദൈവത്തിന് മനസ്സലിവുണ്ടാകും. ദൈവം എന്തെങ്കിലും ഒരു ദുരിതം, നമുക്കൊരു കഷ്ടപ്പാട് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം മനസ്സ് മാറ്റി ദൈവം അത് പിൻവലിക്കും. അതാണ് ദൈവത്തിൻ്റെ കരുണ. വേനൽക്കാലത്ത് വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ ദൈവത്തിൻ്റെ കരുണ ഈ തപസ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയല്ലേ, അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായൊരു കാര്യം ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് തരണമേ. ഈസ്റ്റർ ഗിഫ്റ്റ്. ഒടേ തമ്പുരാനോട് ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് ചോദിക്കാൻ അതെന്തൊരു രീതിയാണ്? അതല്ലല്ലോ രീതി. എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നതല്ലേ ഒരു മര്യാദ. നമുക്ക് ദൈവത്തിന് കൊടുക്കാം നമ്മുടെ സ്നേഹം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഭക്തി, നമ്മുടെ അനുതാപം, നമ്മുടെ കൂദാശകൾ, നമ്മുടെ കുർബാന സ്വീകരണം, നമ്മുടെ സ്നേഹം, നമ്മുടെ അനുരഞ്ജനം എല്ലാം നമുക്ക് കൊടുക്കാം. ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മ കൂടെ നിൽക്കട്ടെ. നമ്മുടെ കൂടെ നിന്ന പരിശുദ്ധമ്മ ഈ നാടുകളിൽ മധ്യസ്ഥ്യം വഹിക്കട്ടെ. ആമേൻ.